നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. തൻ്റെ ശരീരബാഹുല്യത്തെ സിനിമയിലേക്ക് സമന്വയിപ്പിച്ച് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച, അതുപോലെ ജീവിതത്തെ ആഘോഷിച്ച് ഒരുപാട് ഉത്സവങ്ങൾ തീർത്ത സത്യസന്ധനായ ഒരു കലാകാരനെ ഞങ്ങൾ അതിഥിയായി JB ജംഗ്ഷനിൽ ഇന്ന് കൊണ്ടുവരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം NL ബാലകൃഷ്ണൻ. ബാലണ്ണ, കുറേ കാലമായിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ആ പഴയ ഒരു പ്രസരിപ്പ് ബാലണ്ണന്റെ മുഖത്തില്ല. ഞാൻ ഇന്ന് വരെ മമ്മൂട്ടി മദ്യപിച്ച് കണ്ടിട്ടില്ല. മനസ്സിലാൻ നസീർക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടിക്കുറിശി ചേട്ടന് പത്മശ്രീ അവാർഡ് കിട്ടുന്ന ചടങ്ങിൽ. പക്ഷെ മമ്മൂട്ടി കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം മോഹൻലാൽ ഇഷ്ടം പോലെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കൂടെ ഇവിടെ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോ നാളെ അവരറിഞ്ഞിട്ട് എന്നെ ഒഴിച്ചു കൊടുക്കും. താങ്കൾ എവിടെ പോയാലും ഈ മദ്യത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെ വാഴ്ത്തും. വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷൂട്ടിംഗ്, ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ഊട്ടിയിൽ ഫാനിൽ പാലസിൽ വെച്ച് നടക്കുമ്പോൾ അണ്ണൻ പറഞ്ഞു, നമുക്ക് നിത്യചൈതന്യ യതിയെ കാണാൻ പോവാം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അണ്ണന് ഈ സന്യാസിമാരായിട്ടൊക്കെയുള്ള ബന്ധം, ആധ്യാത്മികമായിട്ടുള്ള പല സംശയങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. കരമന ജനാർദ്ദനൻ നായരും വന്ന് കൂടെ വന്നു. കാറിൽ വെച്ച് പകുതി എത്തിയപ്പോഴാണ് അണ്ണൻ പറയുന്നത്, നമുക്ക് അവിടെ ചെന്നാൽ സ്വാമി നമുക്ക് മദ്യം വാങ്ങിക്കാൻ പൈസ തരും, അതിനാണ് നമ്മൾ പോകുന്നതെന്ന്. ഞാനാകെ അമ്പരന്നു. ഈ നിത്യചൈതന്യ യതിയെ കാണാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പാരും ഈ മദ്യം വാങ്ങിക്കാൻ വേണ്ടി പൈസയ്ക്ക് പോയിട്ടുണ്ടാവില്ല. പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിച്ചു. അണ്ണനെ ഭയങ്കര ചെറിയ കുട്ടിയെ ഒരു അച്ഛൻ കാണുന്ന പോലെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത്, വളരെ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകരണം അവിടെ എനിക്ക് അപ്പോൾ യതി അണ്ണന് നൽകുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും യതീൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ ആധ്യാത്മിക സംഭാഷണം നടത്താതെ, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ ഒരു സംശയത്തെക്കുറിച്ച് ചോദിക്കാതെ അതിനുള്ള പൈസയും മേടിച്ചു പോകുന്ന ഒരാൾ. മക്കളുടെ ഭാഗത്ത് നിന്ന് താങ്കൾ വിചാരിച്ച സ്നേഹം കിട്ടിയില്ല അല്ലേ? ഇല്ല. ഒരുപക്ഷെ താങ്കളുടെ അച്ഛന് കൊടുത്ത സ്നേഹത്തിൻ്റെ അതിനകത്തൊരു കോടിയിലൊരു അംശം എനിക്ക് കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ താങ്കളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചു പോയത്? ഇല്ല 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 അല്ല, നോക്കാം, ആരോ എന്തോ പറയാം. ഞാൻ ബാലേട്ടനെ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണുന്നത്, എല്ലാ നടന്മാരും അവരവരുടേതായിട്ടുള്ള ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് ചില ദുശീലങ്ങളും ഉണ്ട്. അതിലൊന്നാണ് മദ്യപാനം. എനിക്ക് പരിചയമുള്ള പലരും മദ്യപിക്കുന്നതിനെ അങ്ങനെ പുറത്ത് പറയാറില്ല. പക്ഷേ ബാലേട്ടൻ മാത്രം ഇത് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരു കലാകാരനാണ്. ഇന്ന ഷാപ്പിൽ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളോടൊത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ മദ്യനിരോധനവും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ മദ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്താണ് ബാലേട്ടൻ ഇത്ര ധൈര്യം? ഞാൻ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് അത് പുറത്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അതിനെക്കുറിച്ച് ബാലേട്ടൻ എന്താണ് പറയാനുള്ളത്? പക്ഷെ ബാലണ്ണനെ കൈവിടാൻ ബാലണ്ണൻ്റെ സഹധർമ്മിണി തയ്യാറല്ല. ഇല്ല ഇല്ല അതില്ല 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 ഇല്ല വരട്ടെ. ബാലേട്ടൻ്റെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരു ഭാര്യയുടെ കർത്തവ്യം എല്ലാം ഞാൻ ചെയ്തതായിട്ട് ബാലേട്ടന് തോന്നിയിട്ടുണ്ടോ? ഭാര്യയുടെ കർത്തവ്യം നിറവേറ്റിയതായിട്ട് ബാലണ്ണന് തോന്നിയിട്ടുണ്ടോ? ചെറിയൊരു സംതൃപ്തി കുറവുണ്ട് അല്ലേ? ഇല്ല 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 തോന്നിയിട്ടുണ്ട് എനിക്ക്. തോന്നിയിട്ടുണ്ട്. താങ്കളുടെ സ്വത്ത് 3 മക്കൾക്കുമായിട്ട് വീതിച്ചതിൽ താങ്കൾക്കിപ്പോൾ ദുഃഖമുണ്ടോ? ഇല്ല, ഖേദമില്ല. കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ പറയുക, ഓ ഇവിടുത്തെ ആരുടെ ഭയങ്കര സ്കോളർ. ഞാൻ അങ്ങനെ സ്കോളറൊന്നുമല്ല. എനിക്ക് ഓരോരുത്തർ ബുക്ക് റിവ്യൂവിനൊക്കെ തരുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുകയും അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങളാണ്. എൻ്റെ കയ്യിൽ 50 വർഷത്തെ ഡയറി കുറിപ്പുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഡയറി എഴുതിയിട്ടാണ് ഇറങ്ങിയത്. ജോൺ ബ്രിട്ടാസിന് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ JB ജംഗ്ഷൻ്റെതാണ്. 5 ഇതാ ഡയറി കുറിപ്പുകൾ. ഇങ്ങനെ ഞാൻ ഗുരുഗുരുരാന്ന് എഴുതും. പക്ഷേ എനിക്കിത് വായിക്കാം.
പക്ഷെ ബാലണ്ണ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടത്? ഇത് 50 വർഷത്തിൽ കൂടുതലായി. 50 വർഷം. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി രാത്രി ആയാലും ബാലണ്ണ ഇരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. കാരണം ഇരിക്കാൻ സൗകര്യമുള്ള കസേര കൊണ്ടുകൊടുത്താലും പുള്ളി ഇരിക്കത്തില്ല. ആ നിപ്പിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ബാലേട്ടൻ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. ഡെയിലി എല്ലാ വിഷയങ്ങളും നമ്മൾ സംസാരിക്കും, പ്രത്യേകിച്ച് കാണുന്നതൊക്കെ ബാലേട്ടനെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുകയും ചെയ്യും. ഇത് എത്രയോ കാലമായിട്ടുള്ള ശീലം. നമുക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പത്രം പോലും ഇന്ന് കാലത്ത് വായിച്ചില്ല, വൈകിട്ട് വായിക്കാൻ സമയം കിട്ടില്ല, കിടന്ന് ഉറങ്ങുന്ന നമ്മൾ എന്നാൽ ബാലേട്ടൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്ന ഇതാണ്. എന്നിട്ട് ചിലപ്പോഴൊക്കെ കൂട്ടുകൂടിയിരിക്കുമ്പോൾ അണ്ണൻ പറയും, എടാ ഒരുപാട് വെടി പൊട്ടിക്കാനുണ്ട് എനിക്ക്, പലരെയും സംഭവം കൂടെ പലരും കിടുങ്ങും അറിയോ, എന്നെങ്കിലും ഞാനൊരു ദിവസം പൊട്ടിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അണ്ണൻ. എനിക്ക് ബാലേട്ടൻ ചോദിക്കാനല്ലോ, ബാലേട്ടോ ആ വെടി പൊട്ടിക്കാറായോ? ഫൈൻ ആർട്സിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ബാലേട്ടൻ പിന്നെ ഈ ഫൈൻ ആർട്സിൽ നിന്നൊക്കെ മാറി ഫോട്ടോഗ്രാഫി, ആക്ടിങ് എന്നീ മേഖലകളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അതിൽ തിരിയാനുള്ള കാരണമൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. കൂട്ടുകൂടലുകൾ എപ്പോഴും നല്ലതല്ല താങ്കൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ചീത്ത സ്വഭാവങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ മദ്യപാന ശീലം ഒരുപക്ഷെ താങ്കളുടെ ക്രിയേറ്റിവിറ്റിയെയും ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിക്കാൻ വഴിവെച്ചോ? എനിക്കറിയില്ല. കാരണം പറഞ്ഞോളൂ. അങ്ങനെ വഴിവെച്ചെന്ന് അത് ഞാൻ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പൂർണ്ണ ബോധത്തോടെ ചെയ്ത ആണ്. അതിൽ സങ്കടമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ.